ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ ഹെയർ കെയർ പാക്കുമായിട്ടാണ്. നമ്മളെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് താരൻ, മുടി കൊഴിച്ചിൽ, ഹെയർ സ്പ്ലിറ്റ്നെസ്. ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ടൊരു ഹെയർ കെയർ പാക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നതെന്ന്. നമുക്ക് നേരെ സമയം കളയാണ്ട് വീഡിയോയിലേക്ക് പോകാം. ഇത് അലോവേര അല്ലെങ്കിൽ കറ്റാർ വാഴ, നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ? അപ്പോൾ ഇത് എല്ലാ വീട്ടിലും കാണുന്നൊരു ചെടിയാണ്. ഇതാണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് 2 തണ്ട് മുറിച്ചെടുക്കാം. 2 തണ്ട് മുറിച്ചതിന് ശേഷം വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് വെക്കാം. അതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൊരു യെല്ലോ ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും. അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുത്താലും മതി, അതിന് പ്രശ്നമില്ല. അതിന് ശേഷം വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് ചെമ്പരത്തിയുടെ ഇല, കയ്യൂന്നി. ചെമ്പരത്തിയുടെ ഇല നമുക്ക് നന്നായിട്ട് മുടി വളരാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ കയ്യൂന്നി മുടി വളരാനായിട്ട് സഹായിക്കും. ഹെയർ ഫോൾസ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നൊരു ഇലയാണ്. ഇത് രണ്ടുമാണ് നമുക്കതിന് കറ്റാർ വാഴയുടെ കൂടെ വേണ്ടത്. അതിന് ശേഷം കറ്റാർ വാഴ എടുക്കുക, 2 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നടുക്കൂടെയും കട്ട് ചെയ്ത് കളയുക. അതിൻ്റെ പൾപ്പ് എടുക്കുക. അത് ഫുള്ളായിട്ട് ഇടാൻ ശ്രമിക്കരുത്, ചൊറിച്ചിലുണ്ടാക്കും. അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലേ, സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക. അതിനുശേഷം ഇത് നല്ല തിക്കായിരിക്കും. ഒരു തിക്നെസ് മാറാൻ വേണ്ടി റോസ്മേരിയുടെ വാട്ടറോ അല്ലെങ്കിൽ നമുക്ക് നോർമൽ പ്ലെയിൻ വാട്ടർ ഉപയോഗിക്കാം. റോസ്മേരി വാട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് മുടി നല്ല തിക്കായിട്ട് വളരാൻ സഹായിക്കും. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കണം. അരിച്ചൊരു ബൗളിലേക്ക് മാറ്റുക. അരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് അതിനകത്തുള്ള തരിപ്പുകളൊക്കെ മാറാൻ സഹായിക്കും. അത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഒരു തിക്നെസ് ഇല്ലാത്തൊരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയും. അധികം തിക്നെസ് ഒന്നുമില്ല. ഒരു തരി പോലൊന്നും ആ ഒരു ഹെയർ പാക്കിൽ ഇല്ല. ആ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമുക്കിത് സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്യാം. സ്കാൽപ്പിലാണ് ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്. അതിന് ശേഷം ഹെയറിൽ അപ്ലൈ ചെയ്യുക. ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പം സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാണുന്നുണ്ടോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്? അതിനുശേഷം മുടി കെട്ടി വെക്കുക. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് മുടി ഇതുപോലെ കെട്ടി വെക്കുക. അത് ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ഇതുപോലെ കെട്ടി വെക്കുക. എന്നിട്ട് ഇതിന് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്യാം. നോർമൽ വാട്ടർ തന്നെ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നതാണ്. ഇതാണ് ലാസ്റ്റ് വാഷ് ചെയ്തതിന് ശേഷമുള്ള ഹെയർ. നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കിടപ്പുണ്ട്. തലയിലെ താരനൊക്കെ മാറും. ഇത് ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ കെയർ പാക്കാണ്. വീട്ടിലെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്